അങ്ങനെ നമ്മുടെ ഹൗസിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥി നമ്മുടെ ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ്. ഉഗ്രൻ സർപ്രൈസായിട്ടോ നമ്മുടെ അഖിൽ മാരാറ് ബിഗ് ബോസ് ഹൗസിലെത്തുമെന്ന് യാതൊരുവിധ ക്ലൂവും ഇതുവരെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അഖിൽ മാരാർ സീസൺ 5ൻ്റെ വിന്നർ മലയാളി പ്രേക്ഷകരുടെയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെയും ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരേ ഒരു വിന്നറാണ് നമ്മുടെ അഖിൽ മാരാർ. അഖിൽ മാരാർ നമ്മുടെ ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രൊമോ വന്നതിന് ശേഷം എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന എപ്പിസോഡാണിത്. നമ്മുടെ അഖിൽ മാരാരും ഹൗസ് മേറ്റ്സുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രേക്ഷകർ ഒട്ടും മടുപ്പിക്കാതെ തന്നെയുള്ള ഒരു എപ്പിസോഡായിരിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസിനുള്ളിലും ബിഗ് ബോസിന് ശേഷവും അഖിൽ മാരാറിൻ്റെ ഇമേജിനോ ഒന്നിനും ഒരു കോട്ടം തട്ടിയിട്ടില്ല. ഹീസ് ദ റിയൽ വിന്നർ അങ്ങനെ തന്നെ പറയാം നമുക്ക്. ജീവിതത്തിലും അദ്ദേഹം ഒരുപാട് സക്സസ് ഇങ്ങനെ പിന്നെയും ഉയർന്നുകൊണ്ട് ജയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ നമ്മൾ കാണുന്നതാണ് മീഡിയാസിലൂടെയും ചാനലിലൂടെയൊക്കെ. അപ്പോൾ ഏതൊരു പ്രശ്നം വരികയാണെങ്കിലും അഖിൽ മാരാർക്ക് അയാളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്, അയാളുടേതായിട്ടുള്ള സംസാരമുണ്ട്, എന്തിലും ഇടപെടുന്ന ഒരു മനുഷ്യനാണ് അഖിൽ മാരാർ തന്നെ. അഖിൽ മാരാറിൻ്റെ ബിഗ് ബോസ് ആ ഒരു സീസൺ 5 വിന്നർ ആക്കിയതിൽ ഒരു പ്രേക്ഷകനും ഒരു എതിർപ്പും ഇല്ല എന്നുള്ളതിൽ നിസ്സംശയം പറയാം. അപ്പോൾ നമ്മുടെയൊക്കെ ഫാനായിരുന്നു കേട്ടോ അഖിൽ മാരാർ. അപ്പോൾ ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ഹൗസ് മേറ്റ്സിനും വളരെ സർപ്രൈസ് ആയിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ് എല്ലാവരും. അവരുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, വളരെ വളരെ ഹാപ്പിയാണ് അവർ. അപ്പോൾ വേറെ ആരെ കൊണ്ടുവന്നാലും ഇത്ര ഒരു ഹാപ്പിനെസ് അവർക്ക് ഹൗസ് മേറ്റ്സിന് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്തരം ഒരു പോസിറ്റിവിറ്റി കിട്ടുമോ എന്നറിയില്ല. എല്ലാവരുടെ ഫേസിലും പോസിറ്റീവ് വൈബാണ് മാരാറിനെ കണ്ടതിന് ശേഷം. അപ്പോൾ മാരാറിൻ്റെ കൂടെ വേറെ 2 പേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സെറീന വന്നിട്ടുണ്ട്, അഭിഷേകും വന്നിട്ടുണ്ട്. അപ്പോൾ 3 പേരും നമുക്ക് ഫെമിലിയറാണ് ബിഗ് ബോസ് സീസൺ 5ൽ. 3 പേരും അവരവരുടേതായിട്ടുള്ള ഇമേജസ് പുറത്ത് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ മാരാറിനെ കുറിച്ച് പറയാനായിട്ട് വാക്കുകളില്ല കേട്ടോ. കാരണം ആ ഒരു സീസൺ അത്രയും എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു മനുഷ്യനുള്ളതുകൊണ്ട് മാത്രമാണ്. ഓരോ ദിവസവും ഓരോ ടാസ്കും അവിടെ അദ്ദേഹം ഒന്ന് അനങ്ങിയാൽ പോലും അതൊരു പ്രത്യേക തരം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ ഒരു സീസണിൽ. ഒരേ ഒരു വിജയി എന്നൊക്കെ പറയുമല്ലോ, ഫസ്റ്റ് മുതലേ നമുക്ക് മാരാരാണ് വിജയി എന്ന് ആ സീസണിൽ തന്നെ ഉറപ്പിക്കായിരുന്നു. അപ്പോൾ യാതൊരുവിധ കൺഫ്യൂഷൻസും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അപാരമായിരിക്കണം അല്ലേ. അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരാർ നമ്മുടെ ഈ കണ്ടസ്റ്റൻസിനോടും പറയുന്നുണ്ട്, നിങ്ങൾ ടാസ്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനും കൂടി വർക്ക് ചെയ്യിപ്പിക്കണം. ആ ടാസ്കിൻ്റെ ഉള്ളിൽ തന്നെ ബിഗ് ബോസ് അതിനുള്ള സൂത്രപ്പണികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥി ഇങ്ങനെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഹൗസിൽ എത്ര കണ്ണിങ് ആയിട്ടായിരിക്കും കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അതായത് ടാസ്ക് വായിക്കുമ്പോൾ തന്നെ ആ ടാസ്കിൽ എന്തൊക്കെ ചെയ്യാം, അതിനുള്ളിലുള്ള എന്തൊക്കെ കുടുക്കുകൾ പൊട്ടിക്കാം എന്നൊക്കെ മാരാർ ആ ടൈമിൽ ചിന്തിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഓരോ ടാസ്കിലും മാരാർ വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ബിഗ് ബോസിൽ തന്നെ. അപ്പോൾ ബുദ്ധിപരമായിട്ടും ഫിസിക്കലായിട്ടും എന്നാൽ ഫണ്ണിന് ഫൺ, എല്ലാം കണ്ടൻറ്റ് ഇതെല്ലാം കൊണ്ടുവന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ അഖിൽ മാരാർ. അപ്പോൾ അഖിൽ മാരാറിനെ പോലുള്ള ഒരു കണ്ടസ്റ്റൻസിനെയാണ് നമ്മളും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാരാർ പറയുന്നുണ്ട്, എന്നെക്കാളും കഴിവുള്ള വിജയികളാവണം നിങ്ങൾ. അങ്ങനെയാണ് മാരാർ പറയുന്നത്. വളരെ ഡൗൺ ടു എർത്തും ഒട്ടും അഹങ്കാരവും ഇല്ലാത്തൊരു ക്യാരക്ടറാട്ടോ മാരാർ. നമുക്കൊക്കെ അങ്ങനെ തോന്നിയിരിക്കുന്നത്. മാരാരൊക്കെ നമ്മുടെ വീട്ടിലൊരു അംഗത്തിനെ പോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ വളരെ വലിയൊരു ഫാനായിരുന്നു അഖിൽ മാരാറിൻ്റെ. എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഹൗസ് മേറ്റ്സിന് കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാരാർ. പിന്നെ ഒനിൽ സാബു ഒക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാട്ടോ മാരാർ കൊണ്ട് നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നതും സിഗരറ്റ് റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ മാരാറിനെ. മാരാരുടെ സ്ഥിരം സ്ഥലമായിരുന്നല്ലോ അതൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് നിമിഷങ്ങളുള്ളെങ്കിലും അത് അടിച്ച് പൊളിച്ചാണ് ഹൗസ് മേറ്റ്സ് നമ്മുടെ മാരാറിനെയും സെറീനേനെയും അഭിഷേകിനെയൊക്കെ യാത്രയാക്കിയത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക.